Welcome to 1985 V5. വിയറ്റ്നാമിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കൊൽക്കത്തയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് വിയറ്റ്നാം. നാളെ പുലർച്ചെ 2 മണി വിയറ്റ്നാം ടൈം 2 മണിക്ക് അവിടെ എത്തും. ഹലോ ഫ്രണ്ട്സ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊൽക്കത്തയാണ് ഇപ്പോൾ ഉള്ളത്. വിയറ്റ്നാമിലേക്കുള്ള യാത്രയിലാണ്. നാളെ വിയറ്റ്നാം ടൈം ഏർലി മോർണിംഗ് 2 മണിക്ക് അവിടെ എത്തും. ഇപ്പോൾ 9:45 ആയി രാത്രി. ഇനി നമുക്ക് വിയറ്റ്നാമിൽ നിന്ന് കാണാം. നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരിക്കും എയർപോർട്ടിലൊന്നും അധികം തിരക്ക് കാണുന്നില്ല. സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രി. ഒരുപാട് സ്ട്രഗിൾ ചെയ്തും പ്രതിരോധിച്ചും ഉള്ള പാരമ്പര്യമാണ് വിയറ്റ്നാമിനുള്ളത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ മൂൺ വ്യൂ. നല്ല കംഫർട്ടബിൾ അക്കോമഡേഷൻ ആയിരുന്നു. ഹനോയില് ബാദിൻ ഡിസ്ട്രിക്റ്റില് ഫ്രഞ്ച് ക്വാർട്ടറിലാണ് ഈ ഹോട്ടൽ ഉള്ളത്. ഇവിടെ സ്പ്രിംഗ് സീസൺ ആണ്. ടെമ്പറേച്ചർ 26 ഡിഗ്രിയാണ്. ഹോട്ടലിന് പുറത്തുള്ള റോഡാണ് ഇത്. ഫ്രഞ്ച് സ്റ്റൈലിലുള്ള കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണാം. ഞങ്ങൾ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങി. വിയറ്റ്നാം യുദ്ധകാലത്തുള്ള പട്ടിണിയുടെ ചിത്രങ്ങൾ അന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നത് ഞാൻ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ പെട്ടെന്ന് ഓർത്തു പോവുക. വിയറ്റ്നാം എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു. സെക്കൻഡ് വേൾഡ് വാറോട് കൂടിയിട്ട് ഫ്രാൻസിൽ നിന്നും മോചനം നേടി. പക്ഷേ ഇവിടെ ആഭ്യന്തര യുദ്ധം കലശമായി. അത് അമേരിക്കയുടെ കമ്മ്യൂണിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള ഒരു യുദ്ധമായി മാറുകയാണ് ഉണ്ടായത്. 1959 മുതൽ 1975 വരെയായിരുന്നു അമേരിക്കൻ വാർ വിയറ്റ്നാമിൽ. 1975 ഏപ്രിൽ 30 അവരുടെ വിക്ടറി ഡേ. ഈ വർഷം സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികമാണ് അവർക്ക്. ഹനോയിലെ ഫേമസ് ട്രെയിൻ സ്ട്രീറ്റാണ് ഇത്. പലർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ്. 2 വശത്തും കടകൾ, കഫേകൾ, ഹോട്ടൽസ്. അതിന് നടുവിൽ കൂടി ട്രെയിൻ ട്രാക്ക്, അതിൽ കൂടി ട്രെയിൻ പോകുന്നത്. ഈ ട്രെയിൻ സ്ട്രീറ്റ് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. കഫേക്ക് പുറത്തേക്ക് ചെയർ ഇട്ടിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അവിടെയാണ് കോഫി സെർവ് ചെയ്യുന്നത്. അനിക്കുട്ടി ട്രാക്കിൻ്റെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. അതിനിടയിൽ കച്ചവടക്കാരും വരുന്നുണ്ട്. ഫ്രഞ്ച് ഭരണകാലത്ത് തുടങ്ങിയതാണ് ഈ ട്രെയിൻ സ്ട്രീറ്റ്. വാസ്തവത്തിൽ ഇത് അപകടം പതിയിരിക്കുന്ന ഒരു സ്ട്രീറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ കടയിലുള്ള സ്ത്രീകൾ തന്നെയാണ് മിക്ക കടകളും നടത്തുന്നത്. അവർ ട്രെയിൻ വരുന്ന സമയമാകുമ്പം എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് സൈഡിലേക്ക് ഇരുത്തിപ്പിക്കും. അത് അവർക്ക് കറക്റ്റായിട്ട് അറിയാം ടൈം. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോറിനേഴ്സാണ് ഇവിടെ കൂടുതൽ വന്നിട്ടുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരുമുണ്ട്. ട്രെയിൻ വരുന്നുണ്ട്. ഇതൊരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് തന്നെ. ഹാനോയ് സ്കൈ ലോട്ടെ ഒബ്സർവേഷൻ ഡെക്കിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതാണ് ബ്ലൂ കളറിൽ കാണുന്ന വലിയ ബിൽഡിംഗ്. ഹാനോയിലെ തന്നെ 3rd ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ഇത്.
ലോട്ടെ സൗത്ത് കൊറിയയിലെ സോളിലെ ഒരു ബിസിനസ് ഗ്രൂപ്പാണ്. അവർക്ക് ഹോട്ടൽസ്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ്, അങ്ങനെ ഒരുപാട് ബിസിനസ് ഉണ്ട്. സെൻട്രൽ ഹാനോയിലാണ് ഇതുള്ളത്. ഒബ്സർവേഷൻ ഡെക്കിലേക്ക് ടിക്കറ്റ് എടുക്കണം. 750 ഇന്ത്യൻ റുപ്പിയാണ് ഒരാളുടെ ചാർജ്. എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം ഡോങ് 2,30,000. ഒരു ഇന്ത്യൻ റുപ്പി 307 ഡോങ് ആണ്. അതുകൊണ്ട് ATM ദിവസവും ലക്ഷക്കണക്കിന് ഡോങ് എടുക്കേണ്ടി വന്നു. ഇത് 1 ലാഖിൻ്റെ ഡോങ് കറൻസിയാണ്. ഒബ്സർവേഷൻ ഡെക്ക് 65ാമത്തെ നിലയിലായിരുന്നു. 267 മീറ്റർ ഹൈറ്റാണ് ഈ ബിൽഡിങ്ങിനുള്ളത്. നമ്മൾ അത്രയും ഉയരത്തുനിന്ന് നമുക്ക് താഴേക്ക് കാണാം. ഇത് സൂം ചെയ്തെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത്രയും അടുത്തുനിന്നല്ല കാണുന്നത്. ഇതാണ് ശരിക്കുമുള്ള കാഴ്ച. ഹനോയ് സിറ്റി മൊത്തം ഇവിടെ നിന്ന് കാണാൻ പറ്റും അത്രേ. ഹനോയിൽ എവിടെ നോക്കിയാലും ലേക്ക് കാണാം. കണ്ടോ, ഒരു ലേക്ക് കണ്ടില്ലേ? ഒരുപാട് ലേക്സ് ഉണ്ട് ഇവിടെ. 20-ലധികം ലേക്ക് ഉണ്ട് അത്ര. സിറ്റി ഓഫ് ലേക്സ് ആണ് ഹനോയ്. അനിക്കുട്ടി വിർച്വൽ ഗ്ലൈഡിങ്ങിന് തയ്യാറെടുക്കുകയാണ്. ഹനോയ് സിറ്റി മൊത്തമായിട്ട് ബിൽഡിങ്സ് ഒക്കെ വളരെ അടുത്തുനിന്ന് കാണാൻ പറ്റും. സുവനീസ് ഒക്കെ വളരെ മനോഹരമാക്കിയിട്ടൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് ധാരാളമുള്ള സ്ഥലമുണ്ട്. ഇതിനൊക്കെ നല്ല വിലയുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നാണ് ഈ ഫോട്ടോ. വിയറ്റ്നാമീസ് ഭാഷയാണ് ഇപ്പോൾ കേട്ടത്. മോസാർട്ട്. ലോട്ടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലും കൂടി ഒന്ന് കയറി. വളരെ വലുതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. വീഡിയോയിൽ വളരെ ചെറിയ ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. ഫ്രൂട്ട്സിനൊക്കെ വളരെ വലിപ്പമാണ്. ചാമ്പയ്ക്കൊക്കെ ഒരു മാങ്ങയുടെ വലിപ്പമുണ്ട്. എല്ലാം വളരെ വലുതാണ്. അവർ സ്മാർട്ട് ഫാമിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അത്ര. അതുപോലെ ഗ്രീൻ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ ഈൽഡ് ഇങ്ങനെ ഇതുമാതിരി ഇത്രയും കൂട്ടുന്നതും അതിൻ്റെ വലിപ്പവും അതിൻ്റെ
ക്വാളിറ്റിയും ഒക്കെ മെച്ചപ്പെടുത്തുന്നുണ്ട് അത്ര. ഞങ്ങൾ ലോട്ടെ സെൻറ്ററിൽ നിന്ന് പുറത്ത് വന്നു. ക്യാബ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓൺലൈൻ ആപ്പ് ഗ്രാബ് എന്ന് പറഞ്ഞാണ് ഇവിടെ ഉള്ളത്, നമ്മളുടെ ഊബറൊക്കെ മാതിരി. അപ്പോൾ അതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാബ് കിട്ടും. അപ്പോൾ നമുക്ക് വളരെ സൗകര്യമായി. ഇത് ട്രുക്ക് ബാച്ച് ലേക്ക്. ഇത് ചരിത്ര പ്രാധാന്യമൊക്കെ ഉള്ള ഒരു ലേക്കാണ്. ഇത് വെസ്റ്റ് ലേക്കിനോട് തൊട്ട് കിടക്കുന്ന ലേക്കാണ്. ഹനോയ് സിറ്റിക്ക് സൗന്ദര്യം കൊടുക്കുന്നത് ഇവിടെയുള്ള ലേക്സ് തന്നെയാണ്. ഇത് വെസ്റ്റ് ലേക്കാണ്. ഈ വെസ്റ്റ് ലേക്കിൽ ഒരു ഐലൻഡിലാണ് ട്രാൻ ക്വിക് പഗോഡ ഉള്ളത്. നമ്മൾ അവിടെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ട്രാൻ ക്വിക് പഗോഡ ഇത് 11 നിലകളുള്ള ബുദ്ധ സ്തൂപമാണ്. ഹനോയ് സിറ്റിയിലെ ഏറ്റവും പഴയ പഗോഡയാണ്. 1500 വർഷം പഴക്കമുണ്ടത്ര. നാമജപങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചാന്ദ്രമാസത്തിലെ എല്ലാ 1-ാം തീയതിയും 15-ാം തീയതിയും ഇവിടെ വിശേഷാൽ പൂജകളാണത്ര. ഇവിടുത്തെ ബോധി വൃക്ഷം ഇന്ത്യ സമ്മാനിച്ചതാണത്രേ. അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് വിയറ്റ്നാം പ്രസിഡന്റ് ഹോച്ചിമിന് കൈമാറിയത് 1959. ഗയയിലെ ബോധി വൃക്ഷത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു തൈയാണത്രേ ഇത്. അതാണ് ഈ വൃക്ഷമായിട്ട് ഇപ്പം നിൽക്കുന്നത്. ബുദ്ധദേവന്റെ വിവിധ ഭാവങ്ങളായ അമിതാഭ ബുദ്ധനെയും ശാക്യമുനി ബുദ്ധനെയും ഇവിടെ ആരാധിക്കുന്നു. ഞങ്ങൾ പഗോഡയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ ഓൾഡ് ക്വാർട്ടറിലാണ് ഉള്ളത്. ഹനോയ് ഓൾഡ് ക്വാർട്ടർ. അവിടെ ഒരുപാട് സ്ട്രീറ്റ്സ് ഉണ്ട്. 36-ലധികം സ്ട്രീറ്റ്സ് ഉണ്ട്. അത് നടന്നൊക്കെ പോകുമ്പോൾ വളരെ കൺഫ്യൂഷനാണ്. ഇവിടെ എല്ലാം ഇവിടെ ഒരു കമേഴ്ഷ്യൽ പ്ലേസാണ്. ധാരാളം ഈ ചെറുകിട ബിസിനസ്സൊക്കെ കൂടുതലുള്ളൊരു സ്ഥലമാണ്. വളരെ നാരോ ആയിട്ടുള്ള സ്ട്രീറ്റ്സ് ആണ്. നമ്മൾ ഹോച്ചിമിൻ കോംപ്ലക്സിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ആ കാണുന്നതാണ് ഹോച്ചിമിൻ കോംപ്ലക്സ്. അതിൻ്റെ അകത്ത് തന്നെയാണ് ഹോച്ചിമിൻ മ്യൂസിയം ഒക്കെ ഉള്ളത്. ഇന്ന് ഹോളിഡേ ആവുന്ന കാരണം ഞങ്ങൾക്ക് മ്യൂസിയം കാണാനായിട്ട് പറ്റിയില്ല. 1945 മുതൽ 1969 വരെ ഹോച്ചിമിൻ ആയിരുന്നു വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റ്.
ഫ്രഞ്ച് ഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഹോച്ചിമിൻ പ്രഖ്യാപിച്ചത് ഇവിടെ നിന്നുമാണത്രേ. 1959 മുതൽ 1975 വരെയുള്ള അമേരിക്കയുടെ വിയറ്റ്നാമിലെ യുദ്ധം അവസാനിച്ച് വിയറ്റ്നാമിന് സ്വാതന്ത്ര്യം കിട്ടി. അതിൻ്റെ 50-ാം വാർഷികമാണ് കഴിഞ്ഞ ഏപ്രിൽ 30-ന് കഴിഞ്ഞത്. അതിന് 2 ദിവസം മുന്നെയാണ് ഞങ്ങളവിടെ പോകാനിടയായത്. സൗത്ത് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലാണ് ഒഫീഷ്യലായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ. റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തേക്ക് ചെയറിട്ടിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി ഇവിടെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ലഞ്ച് കഴിക്കാൻ ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ചു, പക്ഷേ കണ്ടില്ല. ഇന്ത്യൻസ് നടത്തുന്ന ഒരു വിയറ്റ്നാം ഫുഡിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ചെറിയ റെസ്റ്റോറൻ്റാണ്. ഫുഡ് നന്നായിരുന്നു. ഹനോയ് ഓപ്പറ ഹൗസിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓപ്പറ ജംഗ്ഷനാണിത്. ഓപ്പറ ഹൗസ് ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ എന്നും പറയുന്നുണ്ട്. ഇത് നിയോ ക്ലാസിക്കൽ സ്റ്റൈലിൽ ഫ്രഞ്ച് റൂളേഴ്സിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. ഓപ്പറ ജംഗ്ഷനും വളരെ സ്പേഷ്യസ് ആണ്. രാത്രി 10 മണി വരെയൊക്കെ പെൺകുട്ടികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. 10 മണി കഴിയുന്നതോടെ ഷോപ്സുമൊക്കെ അടച്ചിട്ടാണ് കാണുന്നത്. നൈറ്റ് ലൈഫ് കുറവാണെന്ന് തോന്നുന്നു. ഇത് നിൻബിൻ, പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം. ഹാനോയിൽ നിന്നും 2.5 മണിക്കൂർ തെക്കോട്ട് യാത്ര ചെയ്താലാണ് ഇവിടെ എത്തുന്നത്. ടാംകോക്ക് ബോട്ട് സവാരിക്കാണ് ഞങ്ങളിവിടെ വന്നത്. ഇത് നോ ഡോങ് റിവർ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ടതാണിത്. ലൈംസ്റ്റോൺ പ്രദേശം. ടാംകോക്ക് ആൻഷ്യൻ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലായിരുന്നു. ലൈംസ്റ്റോൺ പാറകളുടെ അടിയിലായിട്ട് 3 കേവ്സ് ഉണ്ട് ഇവിടെ. ആ കേവ്സിൽ കൂടെ നമുക്ക് ബോട്ടിൽ അപ്പുറത്തേക്ക് കടക്കാം. എന്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നെന്നോ. 2 മണിക്കൂറാണ് ബോട്ട് റൈഡ്. വെള്ളത്തിലുള്ള അസിഡിറ്റി കാരണമാണത്ര ഈ ലൈംസ്റ്റോൺസ് ഒക്കെ ദ്രവിച്ചിട്ട് കേവ്സ് ഫോം ചെയ്തത്. ഒരുപാട് വർഷങ്ങളുടെ കൊണ്ടുണ്ടാക്കുന്ന ഒരു മാറ്റമാണ്. വർഷങ്ങളെടുത്തിട്ട് പാറകൾ ഉണ്ടാവുന്നു, വർഷങ്ങളെടുത്തിട്ട് തന്നെ അതിലിങ്ങനെ കേവ്സും ഉണ്ടാവും.
വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ബോട്ട് റൈഡ് അവസാനിക്കുന്ന പോയിന്റാണ് ഇവിടെ. വിയറ്റ്നാമിലെ മറ്റൊരു അത്ഭുതമായ ഹാലോങ് ബേ വീഡിയോയുമായിട്ട് ഉടനെ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി കാണുന്നവരേക്കും ബൈ ബൈ.